കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ 36ാമത് വാർഷികാഘോഷം നടത്തി. സാംസ്കാരിക സമ്മേളനം കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ 36ാമത് വാർഷികാഘോഷം റാപ്സോഡി 2K25 എന്ന പേരിൽ വിപുലമായി സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനത്തോടുകൂടിയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത്. ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പൽമാരും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഈ സമൂഹത്തിൽ, ഈ കലാലയത്തിനുള്ളിലല്ല, ഈ കലാലയത്തിന് പുറത്ത് നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റേതായിട്ടുള്ള ഒരു സ്നേഹവാത്സല്യ പരിചരണങ്ങൾ എല്ലാം നമ്മുടെ പൊതുസമൂഹം ഞങ്ങൾക്ക് തരുന്നുണ്ട്, ഞങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സന്തോഷത്തിൻ്റെ വേളയിൽ നമുക്ക് അതിഥികളായി എത്തിയിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കുരീപ്പുഴ ശ്രീകുമാറും നമ്മുടെ ഏറ്റവും ആർജവമുള്ള ഹൃദയഹാരിയായ സംഗീതം കൊണ്ട് യുവജനങ്ങളെ ഹരം ചാർത്തുന്ന ശ്രീ സുമേഷ് കൂട്ടിക്കലുമാണ്. ഇത്തരം രണ്ട് പ്രതിഭകളെ നമുക്ക് കരുത്തായി ഈ വേദിയിൽ കിട്ടതിൽ നിങ്ങൾക്കൊപ്പം ഞാനും സന്തോഷിക്കുകയാണ്. ശ്രീകുമാർ എൻ്റെ സതീർത്ഥ്യനാണ്. എന്നോടൊപ്പം വർഷങ്ങളുടെ ഒരു പരിചയം എല്ലാ മേഖല, പൊതുരംഗത്തും സാഹിത്യരംഗത്തും കവിതയുടെ രംഗത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. സാംസ്കാരിക സമിതി അംഗങ്ങൾ ഈ കഴിഞ്ഞ ഭരണസമിതി അംഗീകാരത്തിലേറ്റപ്പോൾ ഞങ്ങൾക്കൊരു നീണ്ട കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് ഞങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുന്നത്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂളിൻ്റെ പരമോന്നതയിലെത്തിക്കുക, അതിൻ്റെ വിജയം 100% കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും അത് പാലിക്കപ്പെട്ടുകൊണ്ടുമാണ് ഈ സ്കൂളുകൾ ഇന്ന് മുന്നേറിയിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഈ പരമോന്നത ഈ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഈ അവസ്ഥയെ ഞാൻ ഹാർദവമായി അംഗീകരിക്കുന്നത്. ഇതിൻ്റെ ക്യാപ്റ്റൻസി നമ്മളുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ അടക്കം, ഇതിൻ്റെ സന്നിഹിതരായിരിക്കുന്ന നമ്മളുടെ സ്വന്തം പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പുതിയ അംഗങ്ങൾ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും സമർത്ഥരായ വിദ്യാർത്ഥികളാണ്. ഒരുപക്ഷേ ഇതിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്ന വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പുകളിലായിരിക്കാം കുറേയേറെ വിദ്യാർത്ഥികൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന നായരുടെ എല്ലാ ആശയത്തിലും തന്നെയായിരുന്നു. അയ്യ വൈകുണ്ഠൻ നമ്മളോട് പറഞ്ഞത്, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി നമ്മളോട് പറഞ്ഞത്, അയ്യങ്കാളി നമ്മളോട് പറഞ്ഞത്, പൊയ്യലപ്പശു നമ്മളോട് പറഞ്ഞത്, സി കേശവൻ നമ്മളോട് പറഞ്ഞത്, സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്, പണ്ഡിറ്റ് കെ പി കറുപ്പൻ പറഞ്ഞത്, ഇതെല്ലാം ഏതാണ്ട് ഒരേ രീതിയിൽ പുരോഗമനപരമായ ആശയങ്ങളായി. ഈ ആശയങ്ങൾക്ക് പരിക്കേൽക്കുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നതിൽ പരിക്കേൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നവോത്ഥാന പരിശ്രമങ്ങൾ എന്തെല്ലാമാണ് എന്ന് ആളുകളോട് പറയുവാൻ വേണ്ടി ഒരു യാത്ര നടത്തിയത്. അങ്ങനെ നടത്തിയ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ അടുത്ത കാലത്ത് വലിയ തോതിൽ ഉണ്ടായിരിക്കുന്ന മലിനീകരണങ്ങളാണ്. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ വീട്ടിൽ ചെന്ന് പറയാനുള്ളതാണ്. ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്കൂളാണ്, നല്ല വിദ്യാർത്ഥികളാണ്. നമ്മൾ കവിത കച്ചേരികൾ ഉത്സാഹത്തോടെ ഉറക്കച്ചെല്ലുന്ന മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളുള്ള സ്ഥാപനമാണ് എന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കം പറയണം. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തയിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെ പാടാം. ഇത് കുഞ്ഞിന് മാഷ് പറഞ്ഞു തന്ന ഒരു കവിതയാണ്. ഇനി സംഗീതജ്ഞൻ സുമേഷ് കൂട്ടിക്കൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ശ്രീനാരായണ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ SD ശ്രീജയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീനാരായണ സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ SN വിദ്യാപീഠം പ്രിൻസിപ്പൽ KR വിശംബരൻ, SN ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ TS വിജയശ്രീ, PTA അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിത സത്യൻ കൃതജ്ഞത പറഞ്ഞു. സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പിന്നീട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കായംകുളം.